നല്ല മഴയെന്നല്ല ദൈവമേ. ഇന്നും ശ്രീരാട്ടിന് പണിയൊന്നും ഇല്ലേമ്മപ്പ. പിള്ളേർക്കാണെങ്കിൽ ഒരു ഡ്രസ്സെന്ന് പറഞ്ഞ സാധനം എടുത്തിട്ടില്ല. ഇങ്ങനെ ആയാലും എന്താ ചെയ്യോ ദൈവമേ. തൽക്കാലം അത്ര നിക്കട്ടെ. ഇനി ഓണം കഴിഞ്ഞിട്ടൊക്കെ നോക്കാം നമുക്ക്. ഓണം കഴിഞ്ഞ ദിവസം വാ. ഓണം കഴിഞ്ഞിട്ട് വരാം. മഴ പെയ്തിട്ട് ഇവിടെ തേച്ചും വെള്ളായല്ല. പിന്നെ ഓ ശ്രീരാട്ടൻ വന്നാ? എന്തുണ്ട് മഴയായിട്ട് പണിയെല്ലാം എടുക്കാൻ കഴിഞ്ഞ ശ്രീരാട്ടാ? എങ്ങനെയല്ലോ എടുത്ത്. പിന്നെന്താ വേണ്ട. എന്നാ നീയല്ലേ പറഞ്ഞ് മക്കൾക്ക് ഡ്രസ്സ് എടുക്കണമെന്ന്. അതിനെ കൊണ്ട് എടുക്ക്. ഓണമല്ലേ, മക്കൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണ്ടേ. ഇതിനെ കൊണ്ട് ഇപ്പൊ രണ്ടാൾക്ക് എത്തുക ശ്രീരാട്ടാ? രണ്ടാൾക്ക് എടുക്കണ്ടേ? മഴയല്ലേ പിന്നെ പണിയൊന്നും എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആരും എടുപ്പിക്കുന്നുമില്ല മഴയായതുകൊണ്ട്. എന്നാ പിന്നെ ചായ എടുക്കാം. മോനെ, ഒരു 9 വയസ്സുള്ള കുട്ടിക്കും ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിക്കും ഉള്ളത് വേണമല്ലോ മോനെ? രണ്ടാക്കും വേണം. പെൺകുട്ടിക്കും വേണം 9 വയസ്സുള്ള, ആൺകുട്ടിക്കും വേണം 5 വയസ്സുള്ള. ഇത് 9 വയസ്സുള്ള കുട്ടിക്ക്. അതെ, 9 വയസ്സുള്ള കുട്ടിക്ക്. ഇനി പെൺകുട്ടീന്റെ ഉണ്ടാ? ഇത് മതി. ബനിയൻ വേണം. ഇത് മതിയേ? ഓക്കെ. എടാ എന്ത് കുറച്ച് സ്പീഡിൽ പോയത്. മക്കളെന്താ ചെയ്യുന്ന? സൈക്കിൾ കയ്യില് ഓണക്കോടി മക്കളെ. പൂവെല്ലാം ഇട്ടിട്ട് എന്തായി ഇങ്ങനെ ആയിപ്പോയത്? സൈക്കിൾ ഓടിച്ച് കളിച്ചിട്ടാണ്. അതെയാ? ഇതെന്താണ് ഈ ഒച്ച ഉണ്ടാക്കണത്? അതെ, എന്നിട്ട് അമ്മാമ്മ എവിടെ? ഇപ്പൊ ഇട്ടോക്കണ്ട. എന്റെ അച്ഛൻ വരാഞ്ഞ്? അച്ഛൻ വന്നില്ല മോളെ. അമ്മ വന്നു. കുഞ്ഞെ കോണക്കൊടിയും കൊണ്ട് വരാന്ന് വിചാരിച്ച അങ്ങനെ വന്നത്. അച്ഛന് പണിയുണ്ടാമേ? പണിയെല്ലാം കുറവന്നെ മോളെ. അമ്മക്ക് ചായ കൊണ്ട് കൊടുക്കോളെ. എന്തിനാണ് എന്ത് ഇപ്പൊ ഈ പണിയില്ലാത്തോടത്ത് ഈ ഓണക്കോടിയൊക്കെ ആയിട്ട് വന്നത് മക്കൾക്ക്? സാരിലേച്ചി, കുഞ്ഞുമക്കളെ ഓണമല്ലേ, അപ്പൊ അവർക്ക് ഒരു സന്തോഷമല്ലേ നമ്മള് കൊണ്ട് കൊടുക്കുന്നത്. അതെ, സന്തോഷം തന്നെ. പണിയൊന്നുമില്ലല്ലാന്ന് ഓർത്തിട്ടാണ് ഞാനീ പറഞ്ഞത്. പ്രശ്നമില്ലപ്പാ, അതിനുള്ള പൈസ എല്ലാം കൈമിലുണ്ടായി. അതുകൊണ്ട് ചെറുതെല്ലാം വാങ്ങി. നല്ലുണ്ടല്ലേ ചേച്ചി? നല്ല പാകമാണ്, നല്ല കളറാണ്. പാകാവൂലാന്ന്. നല്ല പാകായി ഇല്ല, രണ്ടാക്കും നല്ല കണക്കാണ്. ലേശം താവ് പറഞ്ഞു അല്ലേ? ഇല്ല, അത് 3/4 ആണ്. അത്ര ഇറക്കം ഉണ്ടാവും. പഴംപൊരി എടുത്തിട്ട് പോയിക്കോ. നമുക്ക് കൊണ്ടുവന്ന ഓണക്കോടിയാണ്. നല്ല രസമുണ്ട്. രസല്ലേ? നടക്ക്. എന്താ മോനെ? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ? നിന്റെ അമ്മനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഇതുപോലെ ഫുട്പാത്ത് സാധനങ്ങൾ വാങ്ങി എന്റെ മക്കൾക്ക് കൊണ്ട് കൊടുക്കരുതെന്ന്? അതിനിപ്പോ എന്തായിട്ടാ? എടി, എന്റെ മക്കൾക്ക് ആവശ്യമുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ ഞാൻ വാങ്ങി കൊടുക്കുന്നുണ്ട് പൈസ മുടക്കിയിട്ട്.
കേക്കുവേട്ടാ. പിന്നെ ഞാൻ എന്തിനാ പണിക്ക് പോകുന്നു? എന്റെ മക്കൾക്ക് ആവശ്യമുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ ഞാൻ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫുട്പാത്തിൽ നിന്ന് ഹൈജീനിക് അല്ലാത്ത ലോക്കൽ സാധനങ്ങൾ എന്റെ മക്കൾ കൊണ്ടിട്ട് കൊടുക്കരുത്. ഇത് എന്നോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അമ്മ കൊണ്ടെന്നില്ലേ ഒന്ന് പറയട്ടെ. എന്തൊരു നല്ല ദിവസം ഉണ്ടെങ്കിലും ലോക്കൽ നീ കൈയെടുക്കുന്ന എന്താ ഇപ്പൊ ഉള്ളതല്ലേ പറയുന്നത്, ഇല്ലാത്തല്ലേ ഞാൻ പറയുന്നത്. എന്താ കണ്ട ഫുട്പാത്തിൽ സാധനം ഇടാൻ വേണ്ടി എന്റെ മക്കളോട് ഉള്ളത്? അമ്മേന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അച്ഛന്റെ അമ്മ എന്തിനാ അവർക്ക് വേണേ കയ്യും വീശിങ് വന്നാ പോരെ? അവരെന്തിനാ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് ലോക്കൽ സാധനം വാങ്ങി വരേണ്ട ആവശ്യം? ഇതെല്ലാം ഇട്ടിട്ട് മക്കൾക്ക് എന്തെങ്കിലും ചൊറിച്ചിലെ കാര്യങ്ങളൊക്കെ സംഭവിച്ച ആശുപത്രി കൊണ്ടുപോവാ? ഞാൻ തന്നെ കൊണ്ടുപോകണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടാവൂലേ? അമ്മ കേക്കൂ. ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളത് നിന്നോട്, ഇതുപോലത്തെ ലോക്കൽ സാധനങ്ങളോട് എന്റെ മക്കൾ കൊണ്ട് കൊടുക്കണ്ട. അവർക്ക് വരണമെങ്കിൽ വരാൻ, നിങ്ങളെ കാണാൻ പോവാ. അതിനപ്പുറത്തോട് ഈ ലോക്കൽ സാധനം ഒന്നും വാങ്ങിക്കൊണ്ടിരണ്ട. നമുക്കറിയാം അവർക്ക് എന്താ വാങ്ങാൻ പറ്റുക, അവരുടെ അവസ്ഥ എന്താ. അമ്മേന്റെ അച്ഛന്റെ ഒരു നിനക്ക് പറയാൻ കഴിയില്ല, നിനക്ക് പറയാൻ ഞാൻ പറഞ്ഞോളാം. നീ അത് ഊരുന്നുണ്ടല്ലോ എന്റെ മക്കളുടെ അടുത്ത്. അമ്മ പോയിട്ട് ഊരിക്കാം. നിനക്ക് ഊരാൻ പറ്റുമോ? ചേച്ചി എന്റെ അടുത്ത് വലിയ പൈസയുടെ സാധനമൊന്നും പൈസ ഉണ്ടായില്ല ചേച്ചി. എന്നാലും എന്റെ മക്കളെ കാണാനായിട്ട് ഞാൻ വന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം കേട്ടിട്ട് ഞാൻ പോണ്ട ഗതികേട് വന്നില്ല. ഇനി ഞാൻ വരൂല ചേച്ചി. ഞാൻ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നല്ലേ. ഞാൻ വരൂല ചേച്ചി. മക്കളെ കാണണമെങ്കിൽ അങ്ങോട്ട് വരാൻ പറ. ഞാൻ പോന്നേച്ചി. അവനെന്ത് വർത്താനുള്ള പറയണ? എന്റെ മക്കൾ ഇത് ഇടണ്ടാട്ടാ. അച്ഛൻ നല്ല പൈസ വാങ്ങിത്തരുന്നട്ടെ. അത് സാറില്ല, എന്റെ മക്കളെ ഊരി കളഞ്ഞോട്ടാ. സാറില്ലേ അച്ഛൻ വേറെ നല്ലത് വാങ്ങിത്തരും മക്കൾക്ക് കിട്ടാ. അമ്മമ്മ പോന്നേ. വീട്ടിലോടെ നിനക്ക് പറയാൻ വരുമ്പോ ഞാൻ പറയാന്നല്ലാണ്ട്. നീ പെറക്കി വിട്ടില്ലേ? എത്ര ചങ്ക് പൊട്ടിയിട്ടാണ് പോയി എന്നറിയോ നിനക്ക്? നിനക്ക് നീ വന്ന വഴി മറക്കരുത് മോനെ. 1 രൂപയുടെ സാധനമാണെങ്കിൽ അത് കൊണ്ടുവന്നല്ല സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കണം. അതറിയാമോ? അവർക്കിടെ മനസ്സിന്റെ സന്തോഷമാണ് അവരാ കൊണ്ടു തന്നത് ആ കുട്ടികൾക്ക്. അതറിയോ നിനക്ക്? നീ എന്ത് ബ്രാൻഡഡ് സാധനം ഇട്ടാണ് നീ വളർന്നത്? നീയൊക്കില്ലേ ഇതിലും വില കുറഞ്ഞ സാധനം ഫുട്പാത്തിൽ നിന്ന് മേടിച്ച് ഞാൻ തന്നിട്ടാണ് നീയൊക്കെ ഇട്ട് വളർന്നത്. അതറിയോ നിനക്ക്? എടാ, ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. ആൾക്കാർ ആരെന്ത് കൊണ്ടു തന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കണം. അതാണ് നമ്മളുടെ മനസ്സ്. ഞാൻ പറഞ്ഞമ്മ അമ്മ കേക്കും പറയണ്ടെന്നല്ല പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. എന്ത് വർത്താനം, എന്ത് തോന്നിയാസോണ് നീ അവരോട് പറഞ്ഞു വിട്ടത്? അവരിവിടെ അച്ഛനും എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അറിയാം അത് വാങ്ങിക്കൊണ്ടുവന്നത്. അതേന്ന് ആ സാധനം വാങ്ങിക്കണമെങ്കിൽ എന്റെ അച്ഛൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കണം. എന്നിട്ടല്ലേ കൊണ്ടെന്നാലും നമ്മള് സന്തോഷത്തോടെ ആ മക്കൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി, ആ മക്കൾക്കിട്ടത് കളിയും ചിരിയും കാണാൻ വേണ്ടിട്ടല്ലേ അവരത് വാങ്ങിക്കൊണ്ടുവന്നത്. തോന്നിയാസമല്ലേ നീയാ പറഞ്ഞു വിട്ടത്? നീ എന്തിനാണ് മോനെ ഈ ശാപം മേടിച്ച് കൂട്ടണത്? ഇത് എവിടെ കൊണ്ടുവച്ച് തീർക്കും മോനി പാപമൊക്കെ? എന്ത് കാര്യമുണ്ട് മോനി, എന്ത് കാര്യമുണ്ട്? ഒരു ബ്രാൻഡഡ് സാധനം വിട്ടാൽ ആരും വലുതാവൂല. എല്ലാവരും താഴ്ന്ന നിലത്തുനിന്നാണ് വലുതായി വരണത്. ആരും ബ്രാൻഡഡ് സാധനം ഇട്ടല്ല വളരണത്. നമ്മൾ എന്ത് വില കുറഞ്ഞത് ഇട്ടാലും നമ്മളറിയണ്ടവര് നമ്മളറിയും. അറിയാമോ? ഇപ്പൊ നിനക്ക് കാറ്റായെന്നും പറഞ്ഞിട്ട് നീ ഈ തരം തോന്നിയാസം അവരെ പറഞ്ഞു വിടണ്ട. വല്ല കാര്യമുണ്ടാ? അവര് ചങ്ക് പൊട്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നീടല്ല ഒരു കാര്യം ചെയ്ത് വേഗം അവരെ പോയിട്ട് വേഗം വിളിച്ചിട്ട് വന്നോ. മാപ്പ് പറഞ്ഞ് അവരെ വേഗം ഇങ്ങോട്ട് വിളിച്ചിട്ട് പോവാ. ഇവിടെ ഇനി നീ നിക്കണമെങ്കിൽ പോയി മാപ്പ് പറഞ്ഞ് വിളിച്ചിട്ട് പോവാ. എന്താണ് അവന്റെ ഒരു ബ്രാൻഡഡ് സാധനം ഇട്ട് പോട്ടെ മോളെ, എന്താ ചെയ്യണ്ട്? ബ്രാൻഡഡ് സാധനം മേടിക്കണം. അവന് മാത്രം ഇപ്പൊ ബ്രാൻഡഡ് സാധനം കിട്ടി. ജീവിതത്തിന്റെ ഒരറ്റത്തിൽ നിന്നും മറ്റൊരറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം ചിലപ്പോൾ ബ്രാൻഡഡ് സാധനങ്ങളുടെ പുറകെ പോകാൻ കഴിഞ്ഞെന്ന് വരില്ല.
പക്ഷേ അവർ ഉള്ളത് കൂട്ടിവെച്ച് വാങ്ങുന്ന സാധനം അത് വില കുറഞ്ഞതാണെങ്കിലും അത് ചിലപ്പോൾ അവരുടെ ദിവസങ്ങളുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വിലയുണ്ടാകും. വിലപിടിപ്പുള്ള സാധനങ്ങളല്ല വലുത്, വില കുറഞ്ഞ സാധനങ്ങളാണെങ്കിലും അത് തരാൻ കാണിക്കുന്ന ആ മനസ്സാണ് ഏറ്റവും വലുത്. ഇല്ലാത്ത കാശുണ്ടാക്കി തന്റെ കൊച്ചുമക്കളുടെ സന്തോഷം കാണാൻ അവർ കോണക്കോടിയുമായി വന്ന ഈ അമ്മയോളം വലിയ ഏത് ബ്രാൻഡാണ് ഈ ലോകത്തിലുള്ളത്?